വചനം കേൾക്കാത്ത കുറവ് നമുക്കാർക്കും ഇല്ല. ഒരാഴ്ച എത്ര പ്രാവശ്യമാണ് നാം ദൈവവചനം കേൾക്കുന്നത്? എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. തിരുവചനം ഇരുവായ്ത്തലിയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഏത് കഠിന ഹൃദയത്തെയും തകർക്കുവാൻ തക്കൊണ്ട് ശക്തവുമാണ്. പിന്നെന്തേ ഒന്നും സംഭവിക്കുന്നില്ല? ഇന്നലത്തേക്കാൾ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കൂ? ലോകം ദിനംതോറും പുറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? വചനത്തിൻ്റെ ശക്തി കുറഞ്ഞതുകൊണ്ടാണോ? മൂർച്ച കുറഞ്ഞതുകൊണ്ടാണോ? അല്ല. നാം നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവജനം സ്വാധീനിക്കത്തക്ക വിധത്തിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുമില്ല. ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറു ചെവിയിലൂടെ കടത്തി വിടുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും തങ്ങുന്നില്ല. തങ്ങാത്തിടത്തോളം അത് നമ്മുടെ ജീവിതത്തെ ഒരു വിധത്തിലും സ്വാധീനിക്കുകയില്ല. വേണമെങ്കിൽ 2 മാർക്ക് കിട്ടിയേച്ചു പോകും, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനിടയാകണം. തുറന്ന മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ നാം ഇരിക്കണം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുമ്പോൾ തമ്പുരാൻ നമ്മോട് സംസാരിക്കാതിരിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് നൊയമ്പ് കാലമാണ്. നൊയമ്പ് കാലത്തെ ഓരോ ഞായറാഴ്ചയും കർത്താവ് ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാറുള്ളത്. ഞായറാഴ്ച എവൻഗേലിയൻ വായിക്കുന്നത്. നൊയമ്പ് കാലത്തെ 1-ാം ഞായറാഴ്ച കാനാവിലെ കല്യാണ ഭവനത്തിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. ഇന്ന് എല്ലാ പള്ളികളിലും ധ്യാനിച്ചത് പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ്. ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. യേശു രൂപാന്തരപ്പെടുത്തുന്നവനാണ്, പുതുക്കുന്നവനാണ്. കർത്താവിനാൽ പുതുക്കപ്പെടുന്ന ഓരോ സംഭവത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. എന്താണ് പുതുക്കം? എവിടെയൊക്കെയാണ് കർത്താവ് പുതുക്കം പ്രതീക്ഷിക്കുന്നത്? കർത്താവ് ഏതെല്ലാം വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കുമുള്ള അവസരം കൂടി ആയിത്തീരണം. അപ്പോഴാണ് നമ്മുടെ എല്ലാ ധ്യാനങ്ങളും അർത്ഥവത്തായിട്ട് തീരുന്നത്. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗം കാനാവിലെ കല്യാണ ഭവനത്തിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തെക്കുറിച്ചാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അത് സുപരിചിതമാണെങ്കിലും അത് നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. ദയവായി സന്തോഷം. 3-ാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്തേ? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയപ്പോൾ മണവാളനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചോല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, പാപികളും ദോഷികളും ബലഹീനരുമാകുന്ന ഞങ്ങൾ വിനയാന്വിതരായി നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഏറിയ പ്രതീക്ഷയോടുകൂടി തിരുമുഖത്തെ കണ്ണുകളെ ഉയർത്തുന്നു. വചനം നിൻ്റേതാണ്, അടിയങ്ങളും നിൻ്റേതാണ്. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെക്കാളധികം അറിയുന്ന കർത്താവ് നീ മാത്രം. അതുകൊണ്ട് കർത്താവെ,
ഞങ്ങൾ ഒരുമിച്ച് നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ നിൻ്റെ വചനത്തെ നീ തന്നെ ഞങ്ങൾക്ക് വിളമ്പിത്തരണമേ. നീ ഞങ്ങൾക്ക് നൽകുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിപ്പാനുള്ള മനസ്സൊരുക്കവും അടിയങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണം. ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യനും എവിടെയും ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല, ചേരാൻ സാധിക്കുകയില്ല. ലക്ഷ്യബോധം മാത്രമുണ്ടെങ്കിൽ ആരും ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴി കൂടെ നമുക്കറിയണം. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ കൺവെൻഷൻ ഈ വിജയ സെൻറ്ററിൽ വെച്ച് നടത്തുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളും തീരുമാനിച്ചു ഇന്ന് കൺവെൻഷൻ പോകണം. അപ്പം നമുക്കൊരു ഗോളുണ്ട്, കൺവെൻഷൻ പോകണം. അത് വിജയ സെൻറ്ററിലൊന്നും അറിയാം. എന്നാൽ ഇങ്ങോട്ട് വരാനുള്ള വഴി അറിഞ്ഞില്ലെങ്കിലോ? ലക്ഷ്യമുണ്ട്, ഇന്ന് കൺവെൻഷൻ സംബന്ധിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുമുണ്ട്, ഒരുപക്ഷെ പുറപ്പെട്ടുമുണ്ട്. ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ വരാനുള്ള വഴി അറിയണം. അറിയാത്ത ആർക്ക് എങ്ങനെ ഇവിടെ എത്തിപ്പറ്റാൻ നോക്കും? ഒരുപക്ഷെ ഈ പട്ടണം മുഴുവനും ഒരുപക്ഷെ കറങ്ങി ആർച്ച് ബിഷപ്പ് തിരുമനസ്സുകൊണ്ട് ആശീർവാദം പറയുന്ന നേരത്തെ ഒരുപക്ഷെ വന്ന് കയറിയായിരിക്കും. അപ്പം ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകണം, ലക്ഷ്യത്തിൽ എത്തിച്ചാനുള്ള മാർഗത്തെക്കുറിച്ചും കൃത്യത ഉണ്ടാകണം. ഇത് രണ്ടും അറിവിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്നതാണ്. അറിവിൻ്റെ തലത്തിൽ മാത്രം നിന്നാൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനുവേണ്ടി മനഃപൂർവ്വമായി പരിശ്രമിക്കണം, ദൈവത്തിൽ ആശ്രയിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കൺവെൻഷന് പോകണം തീരുമാനിച്ചു. കൺവെൻഷനിലേക്ക് വരാനുള്ള വഴിയും നല്ല തിട്ടമുണ്ട്. പക്ഷേ പുറപ്പെട്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരാനൊക്കെയുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇത് മൂന്നും കൂടെ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഏതായാലും ജനിച്ചു, നമുക്ക് എന്താണ് ആവശ്യം? നാം എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ്, കുർബാനയിൽ സംബന്ധിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്? ഞാൻ നിങ്ങൾക്ക് സമയം തന്നാൽ എനിക്ക് പല മറുപടി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന അറിയുന്ന മറുപടിക്ക് വീണ്ടും വീണ്ടും ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാവരും വന്നു ചേരുന്ന ഒരു പോയിൻ്റാണ്. എന്താണെന്നറിയോ? എൻ്റെ തിരുമേനി രാത്രി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിൽ സുഖവും സന്തോഷവും പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ സന്തോഷമുള്ളവനല്ലേ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുമോ? അല്ലെങ്കിൽ എങ്ങനെ ഉറക്കം വരും? ഒരുറക്കം വരത്തില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചൊരു ഉറക്കണം. ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായി ജീവിതത്തിൻ്റെ സുഖം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അതെല്ലാവരുടെയും മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ആദ്യം. എന്നാൽ ഈ സന്തോഷത്തിലേക്ക് ചെന്നു ചേരുന്നതിനായി പല വഴികളും നാം അവലംബിക്കാറുണ്ട്, അതിന് സംശയമില്ല. ആരോ പറഞ്ഞിട്ടുണ്ട്, ഹീ ഹു ഹാസ് ഗൺ ഫൺ ആൻഡ് ബൺ ഹാസ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഹീ ഹു ഹാസ് ഗൺ ഫൺ ആൻഡ് ബൺ ഹാസ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അതേപോലെ അല്ലെങ്കിൽ പോലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് പണം വേണം. പണമുള്ളവന് മാത്രമേ ജീവിതത്തിൽ സുഖമുള്ളൂ. ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവനത് പറയും, ഇല്ല അല്ലേ, 3 നേരം ഒന്ന് കഴിച്ചിട്ടങ്ങ് ചത്താലും വേണ്ടിയില്ല. അല്ലെങ്കിൽ പറയും തലയായിപ്പാനിടമില്ല, ചോരാത്ത ഒരു വീടുണ്ടെങ്കിൽ അതിനേക്കാൾ എന്നിട്ടങ്ങ് ചത്താലും വേണ്ടി.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് നിന്ന് വന്നതെന്നിരിക്കട്ടെ, വിദേശത്ത് നിന്ന് വന്നപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ പണ്ട് കൂടെ പഠിച്ച ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അവനാകെ പ്രയാസപ്പെട്ടിരിക്കുന്നതാണ്. അവന് പ്രത്യേകിച്ചൊന്നും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അത്യാവശ്യം അവിടെ കൂലിപ്പണിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ആകെ ബുദ്ധിമുട്ടാണ്, കണ്ടാലറിയാം. അവർ പണ്ട് വലിയ കൂട്ടുകാരായിരുന്നു. എടാ ചന്ദ്ര, എന്താ ഇങ്ങനെ? എന്നാ പറയാനാ തോമാച്ച, പണിയില്ല, ആകെ കഷ്ടപ്പാട്, തലചായ്ക്കാനിടയില്ല, ചോരാത്തൊരു വീടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ചത്താലും വേണ്ടില്ല. അപ്പോൾ തോമാച്ച ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഉടനെ തന്നെ കുറച്ച് സ്ഥലമൊക്കെ സംഘടിപ്പിച്ചു. പോകുന്നതിന് മുമ്പേ ഭേദപ്പെട്ട ഒരു വീടൊക്കെ പണിത് കൊടുത്തു. എൻ്റെ പാല് കാച്ചൽ എല്ലാവരും കൂടെ സന്തോഷിച്ചു. തോമാച്ച എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സന്തോഷിച്ചു. അയൽക്കാരും സന്തോഷിച്ചു, ഒക്കെ പോയി. അടുത്ത പ്രാവശ്യം തോമാച്ച അവധിക്ക് വന്നപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ്. മുഖം വാടി ഇങ്ങനെ. എന്നാടെ തോമാച്ച വീണ്ടും പ്രയാസം? നീ അന്ന് പറഞ്ഞു തലയായ്ക്കാൻ വീടുണ്ടായി. എൻ്റെ സാറേ, എൻ്റെ തോമാച്ച അടുക്കളയിൽ തീ കൂട്ടിയ പുക മറുത്തെത്തും. റണ്ണിങ് വാട്ടർ ഇല്ലെന്നേ. പറഞ്ഞു മനസ്സിലാകുന്നു? അവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതാ. പണ്ട് പറഞ്ഞത് തലയാക്കാൻ വീട് മതിയെന്നാണ്. ഇപ്പോൾ എന്നാ വേണം? ഗ്യാസ് വേണം, പിന്നെ മോട്ടർ വയ്ക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ പാവപ്പെട്ട മനുഷ്യൻ്റെ സ്വഭാവം മാത്രം അല്ലല്ലോ. നമ്മുടെയൊക്കെ എത്ര ഇത് തന്നെയല്ലേ നമ്മുടെ ഈ സ്വഭാവം. എത്ര പ്രാവശ്യം വീട് പൊളിച്ചു പണിതു, എന്നിട്ട് സംതൃപ്തിയാണ് ആണോ? പണ്ടൊരു കാറ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചതാണ്. അതിന് പകരം 3 കാറ് തമ്പരാൻ തോന്നുന്നു. എന്നാലും മതിയോ? നീ അത് ബെൻസാക്കണോ? ഓടി വേണോ? ഇത് മനുഷ്യൻ്റെ സ്വഭാവം. പണമുണ്ടെന്ന കാരണത്താൽ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കുന്ന ആരെങ്കിലും ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടുത്ത കാലത്തൊരു വീട്ടിൽ പോയി. വളരെ സമ്പന്നന്മാരാണ്, ഇട്ടുമുടൻ സമ്പത്തുണ്ട്. ആ വീട്ടിൽ കയറി ചെന്നാൽ കാഴ്ച ബംഗ്ലാവിൽ കയറുന്ന പോലെയാണ്. പണ്ട് കാലത്ത് സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് ഇറക്കിയ ഷാൻലിയേഴ്സാണ് തൂങ്ങിക്കിടക്കുന്നത് എല്ലായിടത്തും. കാർപ്പറ്റാണെങ്കിൽ അതിനേക്കാൾ. അവിടുത്തെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഫോട്ടോയുടെ 2 വശത്തും ആനക്കൊമ്പ് ആണ് വെച്ചിരിക്കുന്നത്. പല സ്ഥലത്ത് ആയിരക്കണക്കിന് ഏക്കർ തോട്ടങ്ങളുണ്ട്. വലിയ ക്നാനായക്കാരല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് അറിയാം. കടാ, ഈ തിരുമേനിക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ പിടികിട്ടാത്ത ഒരാളിനെ തിരുമേനിക്ക്. അപ്പോൾ പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താണ്? ഒരു മോനേ ഉള്ളൂ. മോന് വേറെ എവിടെയാണ് കണ്ട് താമസിക്കുന്നത്. വീട്ടിൽ താമസിക്കാൻ ഒരു വല്യമ്മ മാത്രമേ ഉള്ളൂ, ഒരു വല്യമ്മയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവരെ അടുത്ത് പരിചയമുണ്ട്, അതുകൊണ്ട് ആ വീട്ടിൽ പോയി. അപ്പോൾ വല്യമ്മയ്ക്ക് വല്ലപ്പോഴും ഒരാഗ്രഹം, ഈ മകൻ്റെ കൂടെ ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. 35-ാമത്തെ വയസ്സ് കള്ളുപിടിച്ച് അവൻ തീർന്നു, വല്യമ്മയും തീർന്നു. ഞാൻ ചോദിക്കാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ഇതാണ്: സമ്പത്തുണ്ടെന്ന കാരണത്താൽ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒക്കുമോ? സാധിക്കില്ലെന്നേ. ഇല്ല എന്നുള്ളതാണ് സത്യം. നാം പലപ്പോഴും അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ, മറ്റവനെ പോലെ പണം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്ര സന്തുഷ്ടനായേനെ. വെറുതെ. 2, അധികാരമുണ്ടെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സ്വഭാവം അനുസരിച്ച് ഒരു ഓഫീസിൽ നമ്മൾക്ക് സ്വസ്ഥതയില്ലാന്ന് വിചാരിക്കുക. നമ്മുടെ ബോസ് ഒരു ഗുണം പിടിച്ച മനുഷ്യനല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുക, എൻ്റെ കർത്താവേ ആ കസേരയിലോട്ട് കയറിയിരുന്നാൽ നന്നായിരുന്നേ. അതിനെ നമ്മൾ എന്തെങ്കിലും പാര വെച്ചിട്ട് അവനെ ചാടിക്കും, എന്നിട്ട് ആ കസേരയിൽ കയറിയിരിക്കും. കസേരയിൽ കയറിയിരിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്, എൻ്റെ കർത്താവേ വേണ്ടായിരുന്നു, പഴയ കസേര തന്നെയാണ് നല്ലത്. എല്ലാ കസേരയ്ക്കും അതിൻ്റേതായ ഗ്ലാമറുണ്ട്, എല്ലാ കസേരയ്ക്കും അതിൻ്റേതായ തോൺസ് ഉണ്ട്, മുള്ളുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ അപ്പനും അമ്മയും കളിക്കും, ടീച്ചർ കളിക്കും,
അല്ലേ? ഓർക്കുന്നുണ്ടോ എനിക്കറിയാം. ഇപ്പം ഇങ്ങനെ നേരം പിള്ളേർക്ക് എവിടെ നേരം. അത് കാരണം കൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ വീട്ടിൽ അപ്പ അമ്മയും കാണിക്കുന്ന അതേ പടിയാണ് ഇവർ കാണിക്കുന്നത്. സ്കൂളിൻ്റെ ടീച്ചറെ പോലെ വടിയെടുത്ത് ഒറ്റടി ആക്കണം. ഈ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വീട്ടിലോ സ്വസ്ഥതയില്ല. ഈ അപ്പൻ്റെ ഭരണത്തിന് കീഴിൽ ഞാൻ അസ്വസ്ഥനാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ മനസ്സാന്തരപ്പെടുന്നുമില്ല. ഇത് വലിയ ടീച്ചർമാർ കണ്ടെങ്കിൽ എൻ്റെ കർത്താവേ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ പെരുമാറുന്നത് കണ്ട് അസ്വസ്ഥരാണ് എന്നാണ് ഈ കുട്ടികൾ പറയുന്നത് എന്ന് കേട്ടാലോ? അല്ലേ? കുട്ടികൾക്കാണെങ്കിലോ പെട്ടെന്ന് വളർന്ന് ടീച്ചറെ പോലെയാവണം, അപ്പനെ പോലെയാണ്, എന്നിട്ട് വേണമെന്ന് ഭരിച്ച് ജീവിക്കാനെന്നാണ് വിചാരം. എന്നാൽ അപ്പനോട് അമ്മയോട് ചോദിച്ചു നോക്കിയേ, വേണ്ടായിരുന്നു. പണ്ട കുട്ടി തന്നെ ആയിരുന്നെങ്കിൽ എത്ര സ്വസ്ഥതയുണ്ടായിരുന്നു, ഒരു ഉത്തരവാദിത്വം ഇല്ല, നല്ല സുഖമായിട്ട് ജീവിക്കാൻ. അധികാരമുണ്ടെന്ന കാരണത്താൽ ജീവിതത്തിൽ സുഖമനുഭവിക്കുന്ന ഒറ്റ മനുഷ്യനെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? ഇല്ല. നീ ഉറക്കം പോവാന്നല്ല, വേറെ ഒന്നുമില്ല. അധികാരമുണ്ടെന്ന കാരണത്താൽ ജീവിതത്തിൽ സ്വസ്ഥ അനുഭവിക്കുന്ന ഒരു മനുഷ്യനില്ല. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അവരെ നിങ്ങൾ നല്ല പരിചയമാണ്. ഈ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ കിറുങ്ങി ചിലപ്പോൾ വഴിയിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നവരെ കണ്ട് കാണും. നമുക്ക് പൊതുവേ മദ്യപാനികളെ ഇഷ്ടമല്ല, സത്യമാണ്. കള്ളുപിടിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ കള്ളുകുടിയനായതെന്ന് പലപ്പോഴും നമുക്ക് ചിന്തയില്ല. അവരുടെ ചെറുപ്രായത്തിൽ അവൻ അനുഭവിച്ച വേദനയും ദുഃഖവും അവഹേളനവും ഒക്കെ മറക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ സാധനം. ഈ കള്ളു കുടിക്കുന്നതും മറ്റേ മരുന്ന് ഉപയോഗിക്കുന്നതുമൊക്കെ. എന്നാൽ ഇന്ന് അവന് തന്നെ ദുഃഖമാണ്. അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് ദുഃഖമാണ്. എല്ലാവർക്കും ദുഃഖമാണ്, അല്ലേ? ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ കള്ളു കുടിച്ചുകൊണ്ടോ ജീവിതത്തിൽ സുഖമനുഭവിക്കാൻ സാധിക്കുമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഇന്ന് അവന് തന്നെ ദുഃഖമാണ്, അവൻ്റെ സമൂഹത്തിന് ദുഃഖമാണ്, കുടുംബത്തിന് ദുഃഖമാണ്. ഒറ്റ മനുഷ്യനില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ദുഃഖം മറക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇന്ന് അതിൻ്റെ അടിമയാണ്. ഇനി വേറെ ചില മനുഷ്യരുണ്ട്, അവർ സെക്സ് മുതൽ പലതും ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ജീവിതത്തിൻ്റെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ നമ്മളും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ടാകാം. ഉണ്ടെന്ന് ഉറപ്പ് പറയാൻ ഞാൻ തയ്യാറല്ല. ഉണ്ടാകാം, സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചു, എന്താണ് നമുക്ക് ആവശ്യം? സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എത്ര പ്രാവശ്യം നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ 10 പ്രസംഗമെങ്കിലും പറഞ്ഞു കാണും, അല്ലേ? ഞാൻ ഇന്ന പോർഷനാണ് പ്രസംഗിക്കുന്നത് പറഞ്ഞു. എൻ്റെ അടുത്തിരുന്ന അച്ഛൻ്റെ ഒരു പ്രസംഗം പറഞ്ഞു എന്നോട്, ഇന്നതാ പ്രസംഗിക്കാൻ പോണേ. എന്നാൽ അത്ര പരിചയമായ വേദഭാഗമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ വേദഭാഗത്തിൽ നാം കാണുന്ന ഭവനം ദുഃഖിക്കുന്ന ഒരു ഭവനമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് ദുഃഖകാരണം? അപമാനഭാരത്തിൻ്റെ ദുഃഖമാണ്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് കുറച്ച് പേരെ ക്ഷണിച്ചു. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പലർക്കും ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കല്യാണത്തിന് കുറേ പേരെ ക്ഷണിച്ചു. നമ്മളൊരു 500 പേരെയാണ് പ്രതീക്ഷിച്ചത്. 500 പേരെ പ്രതീക്ഷിച്ചാലും 600 പേര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പള്ളിയിൽ ചെറുക്കനും പെണ്ണിനും നിർത്തി കെട്ടു തുടങ്ങി. എണ്ണിയപ്പോണ്ടറ പള്ളി തന്നെ 600. ഇനി പറഞ്ഞത് 200എങ്കിലും പള്ളി വരാതെ നേരെ ഭക്ഷണത്തിന് വരുന്നവർ കാണും. അതാ അവിടുത്തെ സ്ഥിതി, അതാ അല്ലേ? ക്ഷണിച്ചവരെ മാന്യമായി സൽക്കരിക്കാതെ വിടുമ്പോഴുണ്ടാകുന്ന ക്ഷീണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണോ? ക്ഷണിച്ചവരെ മാന്യമായി സൽക്കരിക്കാതെ വിട്ടാൽ ഉണ്ടാകുന്നൊരു ക്ഷീണം. ആ ഗ്രാമത്തിൽ തലപൊക്കി നടക്കാൻ പറ്റുമോ? അല്ല, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും പറയും, തോമാശൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയ പോലെ. അവൻ കേൾക്കാനാ പറയണേ, അല്ലേ? സേവ്യാസംഘത്തിൽ ഞാൻ ഈ സേവ്യാസംഘം എന്നാൽ ഞങ്ങളുടെ മർദ്ദമസഭയിലെ സേവ്യാസംഘം, നിങ്ങളുടെ എന്തെന്നെ പറയണമെന്ന് അറിയാൻ മേലെ, സ്ത്രീ സമാജം ആയിരിക്കും. അപ്പം സ്ത്രീ സമാജത്തിൽ കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും പോയിക്കൊണ്ടിരുന്നാൽ അറിയാമോ? അടുത്ത ആഴ്ച
മറിയാമ്മ സേവ്യാസംഘത്തിൽ വന്നാൽ നമ്മുടെ അമ്മച്ചിമാരെ എന്ത് പറയും? ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ ഒരു കുത്തു കൊടുക്കും. കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ ഇങ്ങടെ മറിയാമ്മയ്ക്ക് പറ്റിയ വിഷമം, ആ വിഷമത്തിൽ ഞങ്ങളും കൂടെ കുത്തുക മറിയാമ്മേ. അല്ല, ശരിയല്ല? മറിയാമ്മേ ശരിക്ക് കുത്തുക. അതോടുകൂടെ മറിയാമ്മ പള്ളി വരൽ നിർത്തും. എന്തിനു പള്ളി പോകണം? അപമാനഭാരത്താൽ ദുഃഖിക്കുന്ന ഭവനമാണ്. എന്നാൽ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ സ്ഥിതി എങ്ങനെയാണ് പറ? വരുന്നവരും പോകുന്നവരും പറയുന്നു, എൻ്റെ തോമാച്ച, നിന്നേക്കാൾ പ്രഗത്ഭന്മാരും നിന്നേക്കാൾ സമ്പന്നന്മാരും ബന്ധുബലമുള്ളവരും ഒക്കെ ഈ ഗ്രാമത്തിലുണ്ടല്ലോടാ. ഇതുപോലൊരു കല്യാണം ഈ ഗ്രാമത്തിൽ നടന്നു. എന്തൊരു സന്തോഷം അല്ലേ? എന്തൊരു സന്തോഷം നമുക്കത് കേൾക്കാൻ. ഒരിക്കലും പള്ളി കയറാത്ത തോമാച്ചൻ അടുത്ത ഞായറാഴ്ച റെഡിയാണ് പള്ളിയിൽ. താൻ ഇതൊന്ന് പറഞ്ഞ് ആൾക്കാരെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്. മറിയാമ്മ സേവ്യാസംഘത്തിൽ അങ്ങനെ പോകുന്ന പോലെ അല്ല. എന്നാലും അടുത്ത ആഴ്ച പോയിട്ട് ആരും ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും മറിയാമ്മ ഇങ്ങനെ മണത്തോണ്ടിരിക്കും കൈ. എന്നാടി മറിയാമ്മ നീ കൈ ഞങ്ങളുടെ ബിരിയാണിയുടെ മണം. ശരിയാണ്. അപമാനഭാരത്താൽ ദുഃഖിക്കുന്ന ഭവനം ഇപ്പോൾ അഭിമാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഭവനമായിട്ട് തീർന്നിരിക്കുന്നു. എങ്ങനെ പറ്റി? എന്താ അതിന് കാര്യം എന്ന് വായിച്ച വേദഭാഗത്ത് വളരെ രസമായി തമ്പുരാൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ദെയർ. അല്ലേ? ശരിയല്ലേ? അതല്ല സ്ഥലത്തിൻ്റെ അടിസ്ഥാന കാരണം അല്ലേ? യേശു കർത്താവ് അവിടെ ഇല്ലായിരുന്നെങ്കിലോ എനിക്കറിയാൻ മേലെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യത്യാസത്തിന് അടിസ്ഥാന കാരണം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ലേ? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നു. ശരിയല്ലേ? അവർ വന്നത് എന്തുകൊണ്ടാണ്? ക്ഷണിച്ചതുകൊണ്ടാണ്. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായത് യേശുവിനെ ക്ഷണിച്ചത് കൊണ്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല വാക്യം അല്ലേ? പക്ഷേ നമ്മൾ കുറേ കൂടി ശ്രദ്ധ വെച്ച് വായിച്ചാലോ എവിടെയോ കാര്യമായ കുഴപ്പമുണ്ടോ അല്ലേ? ഇന്ന് കാലത്ത് എല്ലാവരും പള്ളികൾ കുർബാന ചൊല്ലി അല്ലേ? ശരിയല്ലേ? എല്ലാവരും കുർബാനയും ചൊല്ലി ആളുകളൊക്കെ പള്ളിയിൽ കുർബാനയിൽ സംബന്ധിച്ചു. ഇപ്പോൾ പള്ളി പൂട്ടി കിടക്കുക. ആ വാക്യം അനുസരിച്ചാണെങ്കിൽ തമ്പുരാൻ ഇപ്പോൾ പള്ളിയിലില്ല അല്ലേ? അതല്ലേ ആ വാക്യം? 2 പേരെങ്കിലും വേണ്ടേ? കുറഞ്ഞത് 2 പേരെങ്കിലും വേണം. കോറം തേക്കണമെങ്കിൽ 2 പേര് വേണം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആ വാക്യപ്രകാരം അങ്ങനെയാണ് അതല്ലേ? ഇനി കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുക. അത് അതിനേറെ ബുദ്ധിമുട്ടുള്ള വാക്യം. ഗോഡ് ഈസ് ഓംനി പ്രസൻറ്റ്. എന്ത് ഓംനി പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് അവൈലബിൾ എവരിവെയർ. എല്ലായിടത്തും ദൈവസാന്നിധ്യമുണ്ട്. പള്ളിയിലും ഉണ്ട്, ഇവിടെയുണ്ട്, നമ്മുടെ അടുക്കളയിലും ഉണ്ട്, നമ്മുടെ വീട്ടിലും ഉണ്ട്. എവിടെയൊക്കെ ആണെങ്കിലും ദൈവസാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈസ് അവൈലബിൾ എവരിവെയർ, എല്ലായിടത്തും. അതാ ഓംനി പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വാക്യം ഒന്നുകൂടെ പറയാം. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അകത്തോട്ട് കയറും. അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ അല്ലേ? പുറത്തുള്ള കർത്താവ് അകത്തും ഉണ്ടല്ലോ, പിന്നെ കർത്താവിന് അകത്ത് കയറ്റണോ അല്ല? പറ. ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിനു അച്ഛൻ ഒരു കാർ വന്നു നിന്നപ്പോൾ ബിനു അച്ഛൻ ഇറങ്ങിപ്പോയിട്ട് ആ കുർലോസിന് ഇനി വന്നാട്ടെ എന്ന് പറഞ്ഞു എന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് അച്ഛനെക്കുറിച്ച് എന്നാ തോന്നും? കൊച്ചമ്മയ്ക്ക് പോലും തോന്നും, കർത്താവേ കൺവെൻഷന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എന്താണ്ട് പറ്റിയിട്ടുണ്ട്
കാരണം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുക നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അച്ഛൻ മാത്രം കണ്ടില്ല. അച്ഛൻ പോയി കാറ് തന്നപ്പോൾ കുറുളൊത്തിരി അതിനകത്തോട്ട് വന്നാട്ടെ എന്ന് പറയുന്നു. എന്തോ ഒരു മണ്ടത്തരം. ശരിയല്ലേ? അതുപോലത്തെ മണ്ടത്തരമല്ലേ ഈ പറയുന്നത്. കണ്ടാൽ വാതിക്കൽ നിന്ന് മുട്ടുന്നു, മുട്ടിയാൽ വാതിൽ തുറന്നാൽ he is already there inside, then why should you ask him to come inside? അകത്ത് നേരത്തെ തന്നെയില്ലേ, പിന്നെ ഇതിനെ വരാൻ പറയണേ? നിങ്ങൾക്കെല്ലാം കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം. ചേട്ടാ ഇത് കുഴപ്പമാണല്ലോ അല്ലേ? എന്താണ് വാക്യത്തിൻ്റെ അർത്ഥം? വാക്യത്തിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. God's presence is available everywhere. Unless you avail that presence is not a reality in our life. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം അകത്തും പുറത്തും എല്ലായിടത്തും ഒരുപോലെയുണ്ട് അല്ലേ? ആ പ്രസൻസ് എവെയിൽ ചെയ്യാത്തിടത്തോളം കാലം ആ പ്രസൻസ് ഈസ് നോട്ട് എ റിയാലിറ്റി ഇൻ അവർ. നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി അല്ല. അതുകൊണ്ട് ദൈവം റിയൽ അല്ലെന്നല്ല, ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലെന്നല്ല. ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടെന്നേ. അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതാണ് വാതിൽ തുറന്നാൽ, ക്ഷണിച്ചാൽ. ക്ഷണിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ വില്ലിങ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ മകൻ്റെ കല്യാണത്തിന് നമ്മൾ ഒന്ന് ക്ഷണിക്കുകയാണ് എന്ന് പറയാം. കുറി കൊടുത്തു, നിങ്ങളുടെ കല്യാണമോ ഇന്ന ദിവസമോ എൻ്റെ വരണമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താണ്? താങ്കളുടെ സാന്നിധ്യം ഞങ്ങളുടെ മകൻ്റെ കല്യാണത്തിനുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചു. ഇത്രയൊന്നും പറയുന്നൊന്നുമില്ല. കല്യാണം എല്ലാവരും വരണേ എന്ന് പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞോളൂ. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ വില്ലിങ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. അതാണ് ക്ഷണിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അകത്തും പുറത്തും ഒരുപോലെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ സാന്നിധ്യം എനിക്ക് യാഥാർത്ഥ്യമാണ്. അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. പ്രിയ സ്നേഹിതരെ, ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും ഈ തമ്പുരാനെ ക്ഷണിച്ചിട്ടുണ്ടോ? യേശുവേ എനിക്ക് നിന്നെ വേണം, യേശുവേ എനിക്ക് നിന്നെ വേണം. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് തീരണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിയായിട്ട് തീരണം. യേശുവേ എനിക്ക് നിന്നെ വേണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണം. പറഞ്ഞിട്ടുണ്ടോ? ചിലർ ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടതാണോ, നീ വീണ്ടും ജനനം പ്രാപിച്ചു? ഇതൊക്കെ കേൾക്കുന്നത് ചിലർക്ക് ഭയങ്കര അലർജിയാണ്. ചിലർക്ക് ഇത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. നിനക്ക് യേശു ഒരു യാഥാർത്ഥ്യമാണോ? അത്രയേ ഉള്ളൂ. ഈ രക്ഷിക്കപ്പെട്ടതാണോ, ഒന്ന് വീണ്ടും ജനനം പ്രാപിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. യേശു നിൻ്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തീർന്നിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് യേശുവേ എനിക്ക് നിന്നെ വേണം നിലവിളിക്കണം. ഇതുവരെയും ആ വിധത്തിൽ തമ്പുരാൻ്റെ സന്നിധി നിലവിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് യേശുവേ എനിക്ക് നിന്നെ വേണം, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, എൻ്റെ ഭവനത്തിന് വേണം, ഇത് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നിലവിളിയായിട്ട് തീർന്നെങ്കിൽ നമ്മുടെ ഈ ഒരാഴ്ചത്തെ ധ്യാനം മുഴുവൻ അർത്ഥവത്താണ്. ഈ സാന്നിധ്യം നമുക്ക് യാഥാർത്ഥ്യമാകാതെ കടന്നു പോകുന്നുവെങ്കിൽ ചെലവഴിച്ച എല്ലാം വ്യർത്ഥം. അത്രയേ ഉള്ളൂ. നമ്മുടെ വീട് കൂതാശ ശുശ്രൂഷ നിങ്ങളെല്ലാവരും സംബന്ധിച്ചിട്ടുണ്ടാവും. അച്ഛന്മാരെല്ലാം വീട് കൂതാശ നടത്തിയിട്ടുണ്ട്. ഈ വീട് കൂതാശ ശുശ്രൂഷയിൽ എനിക്ക് മർത്തമ്മക്കാരുടെ അറിയാവും, ഞാൻ വെച്ച് നിങ്ങളെ കണ്ടിട്ടില്ല. ശുശ്രൂഷയിൽ പൊതുവെ അങ്ങനെ തന്നെ ആകാനേ വഴിയുള്ളൂ. അധികവും പ്രാർത്ഥന, സക്കായുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയിൽ സക്കായിയുടെ വീട്ടിൽ കർത്താവ് എഴുന്നള്ളി സംഭവത്തെക്കുറിച്ചാണ് ഏവൻഗേലിയോനൊക്കെ വായിക്കുന്നത്. എല്ലാ പ്രാർത്ഥനയിലും അവസാനിക്കുന്ന സക്കായുടെ വീട്ടിലെഴുന്നള്ളിയ പോലെ കർത്താവ് ഈ വീട്ടിലെഴുന്നള്ളണേ അങ്ങനെ തുടങ്ങി വീട് ഉണ്ടാക്കാൻ ശ്രമിച്ച സ്തോത്രം ഇതൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട
കുർബടിയിൽ ഇങ്ങനെ കുരിശ് വരച്ചിട്ട് പറയും, ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സീബാടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്നതിന് എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായി തീരുമാറാകട്ടെ. പറഞ്ഞു വെച്ചാൽ എന്താണ്? കർത്താവേ, ഞങ്ങളിത് പണിതൂന്നേ ഉള്ളൂ, തമ്പുരാനെ നിൻ്റേതാണ്, ഞങ്ങളോട് വാടകക്കാരാണ്, അത്രയേ ഉള്ളൂ, ഇത് നിൻ്റേതാണ്, എല്ലാത്തിനും സ്തോത്രം, പണിയാൻ തന്നതിൻ്റെ സ്തോത്രം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ വീട്ടുടയവനും അവിടെ കൂടി വന്നിരിക്കുന്നവരും എല്ലാവരും ആമേൻ 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 അറിയോ? അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് കൂതാശയെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും നത്രാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ യാത്ര അയക്കാനുള്ള ഒരു തിരക്കുണ്ട്. അപ്പം ആദ്യകാലത്ത് ഞാൻ വിചാരിച്ചു ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്താ ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരല്ലേ, എന്ന് പോയിക്കോട്ടെ, വേഗം പോട്ടെ വിചാരിച്ചു. പിന്നെയല്ലേ ഇതിൻ്റെ സൂത്രം പിടികിട്ടി. ഈ അച്ഛനെയും മെത്രാജനെയും യാത്ര അയച്ചിട്ട് വേണം കൂദാശ തുടങ്ങാൻ. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതാ ഇത്ര ചിരി വരുന്നത്. ഓ, ഈ നസ്രാണിക്ക് ഇടി കിട്ടുന്നതിൻ്റെ കാരണം മനസ്സിലായോ? എന്താന്ന് പിടി കിട്ടി മനസ്സിലായോ? ഒരു പട്ടക്കാരൻ്റെ സാന്നിധ്യത്തിൽ പോലും ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കാത്തത് തമ്പുരാനെ വിളിച്ചത് നിൻ്റേതാണെന്നും പറഞ്ഞു വെച്ച് ഏൽപ്പിച്ചേച്ച് തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തെങ്കിൽ എന്തോ ഒരു തൊലിക്കെട്ടിയവർക്ക്. ഇത്ര ശപിക്കപ്പെട്ട ഒരു ജന്മം ഉണ്ടാവുമോ വേറെ? ഉണ്ടോ? ഏതായാലും ഈ രണ്ടാമത്തെ കൂദാശ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്നാമത്തെ കൂദാശ നടത്തരുത്. കുറഞ്ഞത് ഈ ശാപെങ്കിലും വലിച്ചു വയ്ക്കത്തില്ല. ഇതുകൊണ്ടായി നസ്രാണിക്ക് ഇടി കിട്ടുന്നത്. കിട്ടണമെന്നേ, നന്നാവണമെങ്കിൽ ഇടി കിട്ടണം. ഇടി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയെങ്കിൽ ഇവരൊക്കെ നന്നാവുകയുള്ളൂ, മാനസാന്തരപ്പെടുത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചങ്ങ് പോകുമല്ലോ, അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറയുന്നത്. ഞാൻ പറയണ ഇത് ചെയ്യാൻ എങ്ങനെ നമുക്ക് സാധിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ലാതിരിക്കുമ്പോൾ പിന്നെ എന്ത് പ്രസംഗം? ഈ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ മൂല്യങ്ങളോട് നോ എന്ന് പറയുവാനും ദൈവത്തിൻ്റെ മൂല്യങ്ങളോട് യേശു എന്ന് പറയുവാനും അവർക്കേ പറ്റൂ, അല്ലാത്തന്നെ പറ്റുമോ? ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഭവനമാണ്, ഇവിടെ ഈ പണി നടക്കില്ല എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണമെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് തീരണം. യേശു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകാത്തിടത്തോളം കാലം ഈ ശപിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കേണ്ടി വരും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ല. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകണം. ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ദെയർ. അല്ലേ? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. 2, യേശു അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് സകല പ്രശ്നം ഉണ്ടായി. അല്ലേ? ശരിയല്ലേ? ഈ വീഞ്ഞ് തീർന്നപ്പോഴാ യേശു അവിടെ ഉണ്ടായിരുന്നു. അല്ലേ? യേശു അവിടെ ഉണ്ടായിരുന്നപ്പോഴേ ഈ പണിയൊക്കെ തീർന്നത്. ഇപ്പം ചിലരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ എല്ലാം ശുഭം, നീ അനുഗ്രഹിക്കപ്പെടും. ഒരു പാട്ടുണ്ട്, പാട്ട് നിങ്ങളൊക്കെ പാടുന്നതാണ്, കൂട്ടായ്മയൊക്കെ കുടുംബം. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹിച്ചിടും, അല്ലേ? അനുഗ്രഹം പ്രാപിക്കും നിശ്ചയം, കടം കൊടുക്കുകയില്ല, കടം വാങ്ങിക്കുകയുള്ളൂ. കടം വാങ്ങുകയില്ല, കടം കൊടുക്കുകയുള്ളൂ, വായ്പ വാങ്ങിക്കില്ല. അതെ, ഇവനൊന്നും വേദവസം വായിച്ചതല്ലെന്നേ. വേദവസം വായിച്ചവന് പറയാൻ പറ്റുമോ? കർത്താവ് ചുങ്കം കൊടുക്കാൻ കാശില്ലാതെ മീനിൻ്റെ വായ എന്നാ കടം മേടിച്ച്. അത് പോട്ടെ, യാത്ര ചെയ്യാൻ വണ്ടിയില്ലാതെ കഴുതാരുടെ എന്നാ മേടിച്ചേ? കടം മേടിച്ചല്ലേ? ആദ്യത്തെ പ്രാവശ്യം കുർബാന വല്ല സ്ഥലം ഉണ്ടായിരുന്നോ? എവിടെ കുർബാന വലിയേ? എവിടെ പറയുന്നില്ല. മർക്കോസിൻ്റെ മാളിക അല്ലേ? വലിയോ? അത്ര ഗതിയില്ലായിരുന്നു. നീ കർത്താവിൻ്റെ കയ്യില്ല 4 കാശിൻ്റെ ഗതിയില്ല. അത് സത്യമാണ്. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ല സബദി മക്കൾ അമ്മ വന്ന് ഈ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ ഇടത്തും വലത്തും ഇരുത്തണം. ധനകാര്യവും
ആഭ്യന്തരവും ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം കേട്ടോ കർത്താവേ, കർത്താവേ എന്ന്. കർത്താവ് എന്നെ മറുപടി പറഞ്ഞു, നീ കാക്കയെ നോക്ക്, കുറുനരിയെ നോക്ക്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ആരെങ്കിലും എൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നീ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് പോന്നോണം. മനസ്സുള്ളെങ്കിൽ മതി. നമ്മൾ ഈ മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും, യേശുവിനെ നീ അങ്ങനെ കാണിച്ചാൽ നിനക്ക് വലിയ വീടുണ്ടാക്കാം, എനിക്ക് ഇതുണ്ടാവും, നിൻ്റെ ക്യാൻസർ രോഗം അപ്പന്മാർ. ഇതൊന്നും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല. കർത്താവ് വാഗ്ദാനം ചെയ്ത് കുരിശേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? രോഗം ഉണ്ടാവില്ലെന്ന് കർത്താവ് പറഞ്ഞോ? സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാവില്ലെന്ന് കർത്താവ് പറഞ്ഞോ? നിനക്ക് ബംഗ്ലാവ് ഉണ്ടാക്കി തരാമെന്ന് കർത്താവ് പറഞ്ഞോ? നിനക്ക് കാർ വാങ്ങിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞോ? നിൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞോ? ഇത് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കും. ഞങ്ങളെ ചിലപ്പോൾ പ്രസംഗത്തിലൊക്കെ അടിക്കും. കാരണം നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശും കിട്ടി ഇറങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടൊക്കെ. അതിലൊക്കെ നിങ്ങൾ വീഴുകയും ചെയ്യും. ഇത് കർത്താവ് പറഞ്ഞതല്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വാഗ്ദാനമുണ്ട്. എന്താണെന്ന് അറിയാമോ? കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ നീ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇതല്ലാതെ വേറെന്താ വാക്ക്? വേറെ വല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്നേ. പക്ഷെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യേശുവിനെ രക്ഷിതാവായി. നിങ്ങൾ ഈ ഗോഡ് ചാനൽസ് വെച്ച അവിടുത്തെ പ്രസംഗം എല്ലാം പഴയ നിയമത്തിലേ പറയുള്ളൂ പ്രസംഗിക്കുന്നത്. ആ പഴയ നിയമത്തിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്, അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം സമ്പത്താണ്. അതിന് പല ഉദാഹരണങ്ങൾ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ഇയ്യോബിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഇനി ആരുടെ കഥയൊക്കെ ഉണ്ടോ അവരെയൊക്കെ പറയും, അതൊക്കെ അനുഗ്രഹിച്ചു എന്ന് പറയും. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞിട്ടില്ല. അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം ഇതല്ല. നല്ലൊരു ഉദാഹരണം കന്യകമറിയാമാണ്, അല്ലേ? കന്യകമറിയാം ഗർഭിണിയായി. മറിയാം എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ അവർ നമ്മൾ മുഖാമുഖമായി കണ്ടുമുട്ടിയപ്പോൾ എലിസബത്ത് പറഞ്ഞു, മേരി യു ആർ ദ മോസ്റ്റ് ബ്ലെസ്സഡ് ലേഡി, അല്ലേ? എങ്ങനെയല്ലേ പറഞ്ഞു? മറിയേ നീ ഭാഗ്യവതി. അപ്പം മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞോളോട്ട് പാട്ടുപാടി മറിയാമിൻ്റെ പാട്ട്. അതേ, ഞാനാണ് ഭാഗ്യവതി, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്നാ ഭാഗ്യ നോക്കിക്കോ. വേറും പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു, അതിനേക്കാൾ ഗതിയില്ലാത്തവനെ കൊണ്ട് കെട്ടിച്ചു. ആശാരിപ്പണിക്കാരനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. യേശുവിനെ കൊണ്ട് ദേവാലയത്തിൽ പോയപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിക്കേണ്ടതല്ലേ? എന്താ അർപ്പിച്ചേ? 2 കുറുപ്രാവിനെ. മനസ്സിലായത്? ലേവ്യ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഇറ്റ്സ് എ പ്രൊവിഷൻ ഫോർ ദ പുവർ പീപ്പിൾ. അത്ര ഗതിയില്ലാത്തവനാണെന്നർത്ഥം ജോസഫ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ മറിയയ്ക്ക് റെസ്റ്റ് ഡിനൈ ചെയ്തു. ഏത് പാവപ്പെട്ട സ്ത്രീക്കും കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മകള് 7 മാസം ഗർഭിണിയൊക്കെ ആകുമ്പോൾ അമ്മായിമ്മ എത്ര നല്ല അമ്മായിമ്മയാണെങ്കിൽ അമ്മ കൊണ്ട് അവളെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. എന്താണെന്നറിയാമോ? അമ്മായിമ്മ അടുക്കളയിൽ കയറുമ്പോൾ ഇവൾക്ക് കയറാണ്ടിരിക്കാൻ പറ്റുമോ? വീട്ടിലാണെങ്കിൽ പറയാം, അമ്മ വിളിച്ചടി ഇതൊന്നും കയറുക, ആമേ എനിക്ക് വയ്യ, അമ്മായിമ്മോട് പറയാൻ പറ്റുമോ? അമ്മ എപ്പോഴും അമ്മായിമ്മ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ അതുകൊണ്ടാണ് ഈ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവിടെ അത് ഡിനൈ ചെയ്തു. റെസ്റ്റ് കിട്ടിയോ? കാറിൽ പോയാൽ പോലും ഇപ്പോൾ നല്ല റോഡൊക്കെ ഉണ്ടായിട്ട് 2 മണിക്കൂറെങ്കിലും എടുക്കും. ഇന്ന് അന്നത്തെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചോ. വഴിയില്ല, ഒന്നുമില്ലാത്തപ്പോൾ ഈ കൂടിയ കഴുതപ്പുറത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഏത് പാവപ്പെട്ട സ്ത്രീക്കും കിട്ടുന്നതാണ് രഹസ്യപ്രസവം. അത് അവളുടെ അവകാശമാണ്. കിട്ടിയോ? എവിടെ പ്രസവിച്ചു എന്ന് വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ കുട്ടിയെ കൊണ്ട് ഇന്നിലെ പോയപ്പോൾ വഴിയമ്പലത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞപ്പോൾ കോളം പറഞ്ഞു. അത് കിടത്താൻ പോലും പറ്റിയില്ല. എവിടെ പ്രസവിച്ചു ദൈവത്തിന് അറിയാം. എൻ്റെ വിചാരം, ഞാൻ വെറുതെ ഒരു ഊഹം പറയുന്നത്, വേദപുസ്തകത്തില്ല. ആ കുഞ്ഞിനെ കിടത്തിയ തൊഴുത്തിൻ്റെ ചാണകക്കുഴിയുടെ അങ്ങേപ്പുറത്തങ്ങാടാ പ്രസവിച്ചത്. വെറുതെ എൻ്റെ ഊഹമാണ്, ഇതിനകത്ത് വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ആവാന സാധ്യത എന്ന് തന്നെ വിചാരം. ഏതോ ഒരു വല്യമ്മ കരച്ചിൽ കേട്ട് ഓടി വന്നിട്ടൊന്ന് സഹായിച്ചു കാണും.
പാവം ജോസഫ് എന്നെ കാണിക്കാൻ. അത് കഴിഞ്ഞു. ആ കുഞ്ഞിനെ എവിടെ കിടത്തി? പശുത്തൊട്ടിയിൽ കിടത്തി. നമ്മുടെ കണക്കനുസരിച്ച് നല്ല തണുപ്പുള്ള രാത്രിയിൽ അല്ലേ? അങ്ങ് മിഡിൽ ഈസ്റ്റിലോട്ട് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ തണുപ്പ് എന്തായിരുന്നു എന്ന്. ആ കുഞ്ഞിനെ പൊതിയാൻ ഒരു ഫ്ലാനലിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല. കിട്ടിയോ? തുണിയിൽ പൊതിഞ്ഞ് ഓപ്പൺ മേഞ്ചറിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ്. ഒരു ഫ്ലാനലിൻ്റെ കഷ്ണം, ഒരു കമ്പിളി കഷ്ണം പോലും ഇല്ല. ആ കുഞ്ഞ് കിടന്ന് ഈ തണുപ്പത്ത് വിറയ്ക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോ? ഞാനിത് പറയുമ്പോഴേ അമ്മമാരുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? നമ്മൾ കൊച്ചുകുട്ടികളെ കൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും എന്തെല്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് പോകുന്നത്. മേരി നിലവിളിച്ച് കാണും, എൻ്റെ കർത്താവേ, ഞാൻ നീ പറഞ്ഞതനുസരിച്ചു എന്നല്ലാതെ ഞാൻ എന്ത് ചെയ്തു? അതുപോട്ടെ. പിന്നെ 2-ാമത്തെ വയസ്സിൽ ജീവനും കൊണ്ട് ഓടി. ആൻഡ് ഷീ വാസ് എ റെഫ്യൂജി. എവിടെ? ഈജിപ്തിൽ. എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, കണക്ക് കൂട്ടിയില്ല. ആ സമയത്ത് ജോസഫ് സഹായിക്കാനുണ്ടായിരുന്നു സത്യം. 12-ാമത്തെ വയസ്സിൽ കുട്ടി കയ്യിൽ നിന്ന് പോയി അല്ലേ? അതും പോട്ടെ. 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പ്രസംഗം ആരംഭിച്ചപ്പോൾ ചോദിക്കുക, മുഖത്ത് നോക്കിയിട്ടേ, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ ധ്വനി? എന്താ ധ്വനി? ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് അബ്രഹാം പിതാവുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എടാ പഴച്ചു പറ്റുമല്ലേ? അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? ഈ 30 വയസ്സുള്ള ചെറുപ്പക്കാരനോട് ഇത് പറയുവാനുള്ള ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ പാവം മറിയെ അവിടെ വറുത്തിട്ടുണ്ടായിരുന്നേ. ശരിയല്ലേ? അന്നത്തെ ഗ്രാമം എന്ന് പറയുന്നത് എവിടെ വെള്ളമുണ്ടോ അതിൻ്റെ ചുറ്റും 100-200 വീട്, എല്ലാവരും അറിയാം. ആ പാവം മറിയയെ എത്ര പ്രാവശ്യം അവഹേളിച്ചു കാണും, എത്ര പ്രാവശ്യം. അതൊക്കെ പോട്ടെ, എല്ലാം മറക്കുക. 33 വയസ്സിൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തൻ്റെ പ്രിയപുത്രനെ തല്ലിക്കൊല്ലുന്നത് കാണുവാനുള്ള ഭാഗ്യം, മഹാഭാഗ്യം. നമ്മുടെ കുഞ്ഞ് ഓടി ഒരു സ്വല്പം ചോര മുട്ടിൽ നിന്ന് വന്നാൽ അമ്മ കാണിക്കുന്ന വെപ്രാളം എത്ര വലിയതാണ്. എന്നാൽ ഇവരും അമ്മയല്ലേ? ഈ അമ്മ ഇത് മുഴുവൻ കാണുന്നു. ഈ കഷ്ടപ്പാട് സമയത്ത് മുഴുവനും കൂടെ ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ, വേദോസ്തനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ കുരിശിൽ യേശു കിടക്കുമ്പോൾ അവിടെയുണ്ട് അല്ലേ? രക്തമിറ്റിറ്റ് വീഴുമ്പോൾ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെയുണ്ട്. ഇതാണോ ഭാഗ്യം? അല്ലേ? ഇത് വേദോസ്തം പഠിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് ഭാഗ്യം. എന്താണ് ഭാഗ്യം? സമ്പത്തുണ്ടാകുന്നതല്ല, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതല്ല, ഒന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ നീ വിളിക്കപ്പെട്ടവനാണെങ്കിൽ യു ആർ ദ മോസ്റ്റ് ബ്ലെസ്സഡ് പേഴ്സൺ. അതാണ് വേദോസ്തം പഠിപ്പിക്കുന്നത്. അതിന് പകരം കാശാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് നമ്മുടെ പണി. മനസ്സിലായി? അതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ അതാ സംഭവിക്കുന്നത്. ഇവിടെ ഭയങ്കര ക്രൈസിസാണ്. അപ്പോൾ യേശു പറഞ്ഞിട്ടില്ല ക്രൈസിസ് ഉണ്ടാകില്ല എന്ന്. യേശു ഒരു കാരണവശാലും പറഞ്ഞില്ല. എന്നാൽ യേശു പറഞ്ഞത് എന്താണ്? എല്ലാത്തിനും ഉത്തരം യേശുവിലുണ്ട്. ഏത് പ്രതികൂലമായാലും തമ്പുരാൻ പറയുന്നു, കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ മീ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അത് കർത്താവ് പറഞ്ഞു. കഷ്ടത ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ല. ബട്ട് ദർ ഈസ് എ വേ ഔട്ട് വിത്ത് ദ ലോർഡ്. എന്ത് വലിയ ക്രൈസിസ് ആണെങ്കിലും ദ ലോർഡ് ഹാവ് പ്രോമിസ്ഡ് ഹിസ് പ്രസൻസ്. അവൻ നമ്മെ പുഷ്പം പോലെ കൊണ്ടുപോകും, നടത്തും. അതാ കർത്താവിൻ്റെ വാഗ്ദാനം. ഇവിടെ ആകെ കൂടെ കൺഫ്യൂഷൻ അല്ലേ? ആ വീട്ടിലെ കാര്യം നിങ്ങൾ ആലോചിച്ചോണം. വീഞ്ഞില്ല. യേശുവിൻ്റെ അമ്മച്ചി ഓടി വന്നു. യേശുവിൻ്റെ അമ്മച്ചി ഓടി വന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ മോനെ കല്യാണം നാറാൻ പോവാണ്, ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യടാ മോനെ. അല്ലേ? അതല്ലേ സംഭവിക്കുക. അതൊക്കെ എൻ്റെ വാക്കുകൾ പറയുന്നതാണ്. അപ്പോൾ യേശു എന്നെ മറുപടി പറഞ്ഞു, എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ടുവന്ന് നോക്കത്തില്ല. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എന്നെ കൊണ്ടുപോകത്തില്ല. നമുക്ക് എന്നാ അമ്മച്ചി ഇവിടെ കല്യാണം നാറും കുളിക്കുമെന്നെങ്കിലും ആവട്ടെ, നമുക്ക് അങ്ങ് പോവാം. അല്ലേ? യേശുവിൻ്റെ അമ്മച്ചി വന്നിട്ട് മോനോട് പറയുന്നത് ഇങ്ങനെയാണ്, മോനെ
പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരോട് വന്നു. ഞങ്ങൾ സേവ്യാസംഘക്കാർക്ക് അതൊക്കെ കുറേയൊക്കെ മാനേജ് ചെയ്യാനുള്ള സൂത്രമൊക്കെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. സാമ്പാർ നീട്ടുന്ന സൂത്രം ഞങ്ങൾ സേവ്യാസംഘക്കാർക്ക് അറിയാം. പപ്പടം വറുക്കാൻ ഇട്ടിട്ടുണ്ട്. എടാ മോനെ, ആ കോഴിയിറച്ചിക്ക് എന്നാ ചെയ്ത് എത്ര പൊട്ടിക്കാൻ പറ്റുമോടാ? അല്ലേ, ആ നെയ്മീൻ എങ്ങനെ പൊട്ടിക്കും? ഇതൊക്കെ എൻ്റെ വാക്കിൽ ഞാൻ അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ സാഹചര്യം. അപ്പോൾ യേശു പറഞ്ഞു ഒക്കില്ലമ്മേ എന്നല്ലേ പറഞ്ഞു. പറ്റില്ലമ്മേ. വളരെ നിരാശാജനകമായ മറുപടി. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, യേശുവിൻ്റെ അമ്മച്ചി എന്താ ചെയ്തത്? യേശുവിൻ്റെ അമ്മച്ചി ഒറ്റ വാക്ക് പോലും പറഞ്ഞതായിട്ട് അറിഞ്ഞുകൂടാ. പേഴ്സണും അത് പറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാണെങ്കിൽ ഈ പിള്ളേരുടെ പുറകെ നടന്നേനെ. ഇപ്പോഴും നടക്കുന്നുണ്ട് എനിക്കറിയാം. പിന്നെ എടാ മുടി വെട്ടടാ മുടി വെട്ടടാ മുടി വെട്ടടാ എന്ന് പറഞ്ഞ് നടക്കും. പഠിക്കലാ പഠിക്കലാ പഠിക്കലാ, പള്ളിയിൽ പോടാ പള്ളിയിൽ പോടാ. വല്ല ആവശ്യമുണ്ടോ? അവനെന്ത് ചെയ്യും? സ്വസ്ഥത കെടുത്തും പിള്ളേർക്ക്. അപ്പോൾ പിള്ളേരെന്ത് ചെയ്യും? ആ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോലിൻ്റെ എടുത്ത് ഒറ്റ പോക്ക് 3 ദിവസത്തേക്ക് വരത്തില്ല. അപ്പോഴത്തേക്കും ഇവിടെ അയ്യോ മോനെ കാണാനില്ലേ, മോനെ കാണാനില്ല, അടുത്ത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പെണ്ണ് കെട്ടാത്തതിൻ്റെ സകല കുഴപ്പമുണ്ട്. മക്കളുള്ളവർക്കല്ലേ എൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. അതായി വേദോത്തം വാങ്ങിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കർത്താവ് അമ്മച്ചി ഒറ്റ അക്ഷരം കിട്ടിയില്ലല്ലോ. കിട്ടിയോ? അവർ കല്യാണത്തിന് ഒന്നോരോട് സംസാരിക്കാൻ പോയി, കസിൻസൊക്കെ ഉണ്ട്, വർത്തമാനം പറയാൻ പോയി അല്ലേ. പോണ പോക്കിൽ ജോലിക്കാരോട് പറഞ്ഞു അവനെന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോട്ടെ, പല മക്കളെ അവനെന്തെങ്കിലും പറഞ്ഞ് ചെയ്യോട്ടെ. അതെന്തേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തേ യേശുവിൻ്റെ അമ്മച്ചി അങ്ങനെ പറഞ്ഞു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അങ്ങനെ പറയാൻ കാരണം? നല്ല മറുപടി. അമ്മയ്ക്ക് മകനെ നന്നായി അറിയാമായിരുന്നു. ഇവൻ ഇങ്ങനെ പറഞ്ഞാലും ഒക്കില്ലെന്ന് പറഞ്ഞാലും വേണ്ടത് കൃത്യസമയത്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമായി. ഷീ ന്യൂ ഹെർ സൺ വെരി വെൽ. അവർക്ക് മകനെ നന്നായി അറിയാമായിരുന്നു. അല്ലേ, ശരിയല്ലേ? നമ്മൾ കിടന്ന് ഇപ്പം കൺവെൻഷൻ കൺവീനറാണെന്ന് തന്നെ വിചാരിക്കുക. ഈ കൺവെൻഷൻ്റെ സമയം തീരുന്നത് വരെയും അതിൻ്റെ ചുമതലക്കാർക്ക് പിന്നെ ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്. നിങ്ങളെല്ലാവരും വിനിയോഗിച്ചെൻ്റെ മുഖത്ത് നോക്കുന്നു. അല്ല, എനിക്ക് ഞാൻ വെറുതെ ഒരു പേര്. അപ്പോൾ ഇത് എവിടെ എല്ലായിടത്തും അങ്ങനെയാണ്. വീട്ടിലാണെങ്കിൽ പോലും ഒരു പ്രാർത്ഥന നടന്നാൽ മതി, അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടാ, അയ്യോ എന്താവും. ടെൻഷനാണ്, സ്ട്രെസ്സാണ്. വേദപുസ്തകത്തിനകത്ത് ഇല്ലാത്ത 2 വാക്കാണ് ടെൻഷനെന്നും സ്ട്രെസ്സെന്നും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്ന അർത്ഥം. ഇതെല്ലാം എൻ്റെ തലയിൽ കൂടിയാണ് ഓടുന്നതെന്നാണ് വിചാരം. നമ്മുടെ തലയിൽ കൂടിയാണ് ഇതൊക്കെ ഓടുന്നത്. അതെ, നമ്മുടെ തലയിൽ കൂടിയാണ് ഓടുന്നത്. ഇടവ കൊണ്ട് നടക്കുന്നത് നമ്മുടെ തലയിൽ കൂടിയാണ് ഓടുന്നത്. അല്ലെന്നേ തമ്പുരാൻ്റെ കാര്യം, നമ്മൾ തമ്പുരാൻ്റെ കയ്യിൽ ഒരു ചെറിയ ആയുധമെന്ന് അങ്ങ് നിന്ന് കൊടുത്താൽ പോരെ. അത് സമ്മതിക്കത്തില്ല. തമ്പുരാനെ കൊണ്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കും. ഞാൻ തന്നെ വേണം, മുമ്പിലെങ്കിലും നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു തമ്പുരാനെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഭാവം ഈ ലോകത്തിലില്ല അല്ലേ. ഇതൊക്കെ തമ്പുരാൻ്റെ പേരിൽ അതൊക്കെ ചെയ്യുന്നെങ്കിലും തമ്പുരാന് യാതൊരു വിശ്വാസമില്ല. ഇപ്പോൾ ആ വീടിൻ്റെ അപ്പോൾ യേശു പറഞ്ഞു വെള്ളം കോരാൻ പറഞ്ഞു അല്ലേ, വെള്ളം കോരാൻ പറഞ്ഞു. അവർ വെള്ളം കോരി കാണും, നന്നായിട്ട് കോരി, പെട്ടെന്ന് കോരി ആകെ വെള്ളം കോരി. കാരണം അമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളം കോരണം. അവൻ തങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നു, വെള്ളം കോരി. ഇരിയാ കുഴപ്പം, വീഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കാൻ വിരുന്ന് വാഴിക്ക്. എൻ്റെ അച്ഛന്മാരെ നിങ്ങളാണെങ്കിൽ കൊടുക്കുക, ഞാനാണെങ്കിൽ കൊടുക്കത്തില്ല. കാരണം ഞാൻ കോരിയ വെള്ളം വീഞ്ഞാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? അത് അച്ഛൻ ജോസഫിൻ്റെ മോനാന്നും കൂടെ ഓർത്തോണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ കാണുന്ന യേശു ഒന്നുമല്ല, ഓർത്തോണം. അച്ഛൻ ജോസഫിൻ്റെ മോൻ പറയുന്നത് വെള്ളം അത് വീഞ്ഞാന്ന് കൊടുക്കലെന്ന് മാത്രമല്ല, എനിക്ക് പറ്റിയെങ്കിൽ 2 പറഞ്ഞേനെ. അതുകൊണ്ടായിരിക്കും ഞാൻ അവിടെ ആവാഞ്ഞ് അല്ലേ. നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്നാൽ പ്രശ്നത്തിന് മറുപടി ഉണ്ടായതെപ്പോൾ
കൊണ്ടുപോയി കൊടുത്തു അല്ലേ? ഇപ്പോഴല്ലേ പ്രശ്നം? അവിടെ ഭയങ്കര തിരക്കിലേക്ക് ഇരിക്കുകയാണ്. ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. They just obeyed him. അവനെ അനുസരിച്ചു, ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ബുദ്ധിക്ക് നിരക്കാത്തതാണ്. നാം പലപ്പോഴും തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ട് പല കാരണങ്ങൾക്ക് അല്ലേ? പലപ്പോഴും നമുക്ക് മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ താല്പര്യത്തിന് അനുസരണമല്ലാത്ത മറുപടി ആയതുകൊണ്ട് നമ്മളെന്ത് പറഞ്ഞു? അത് കയ്യിലിരുന്നോട്ടെ എന്നും പറഞ്ഞു. ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും തമ്പുരാൻ പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അപ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് അല്ലേ? ശരിയാണോ? അപ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. അല്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൈസിസ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ വേ ഔട്ട് വിത്ത് ദ ലോർഡ്. ഒറ്റ കാര്യം കർത്താവ് ചെയ്ത്, ഇത് പോയി തമ്പുരാനോട് പറയണം, എൻ്റെ തമ്പുരാനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ക്രൈസിസ് ഉണ്ടാകാറുണ്ട്, ചെറുതും വലുതുമായ വിധത്തിൽ. ലോകത്തോട് ഒരുപാടോടും പറയാൻ വയ്യാത്ത വിധത്തിൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങളൊരു മുറിയിലോട്ട് കയറണം. മുറിയിലോട്ട് കയറിയിട്ട് അവിടെ കസേര വലിച്ചിടണം. എന്നിട്ട് അതിനകത്ത് കർത്താവ് ഇരിപ്പുണ്ടെന്ന് അങ്ങ് അനുമാനിക്കണം. എന്നിട്ട് പറയേണ്ടതും പറയാൻ ആവശ്യമുള്ളൂ എല്ലാം അങ്ങോട്ട് ഹൃദയത്തിൻ്റെ ഭാരവും ദുഃഖവും ഒക്കെ അങ്ങോട്ട് പറഞ്ഞോണം തമ്പുരാൻ്റെ കയ്യിൽ. എന്നിട്ട് തമ്പുരാനോട് പറഞ്ഞോണം, എന്തെന്ന്? ഇഷ്ടം പോലെ ചെയ്താട്ടെ, ഞാൻ പോവാന്ന് പറയും. അതാ പൗലോസ് പറഞ്ഞു, അവിടെ ഇട്ടേച്ച് പോകണം. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പോയി സംബന്ധിച്ച് പോരുമ്പോഴും നമ്മുടെ തലയിൽ ഭാരം കൊണ്ടാണ് പോകുന്നത് അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ മാത്തൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. മാത്തൻ എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? പരിചയം കാണാൻ വഴിയുണ്ട്. മാത്തൻ ഒരു കൂലിപ്പണിക്കാരനാണ്, എലിശ്ശേരിക്കാരനാണെന്ന് തോന്നുന്നു. അവൻ കാലത്ത് കൂലിപ്പണിക്ക് പോരുന്ന സമയത്ത് അവിടെ കയറി ഒരു പൈൻ്റ് അടിച്ചിട്ടാ പോരുന്നത്. അപ്പം വീട്ടിൽ വന്നാൽ ഭാര്യ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് കുളിച്ച് ഉള്ളത് തിന്ന് കിടക്കാൻ നേരത്ത് മാത്തൻ പറയും, കർത്താവേ മാത്തനിതാ മലക്കുന്നു. മാത്തൻ കിടക്കുകയും കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യും. നമ്മുടെ നല്ല നസ്രാണി ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും? 7 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞണേ. അതൊക്കെ നിങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ് എനിക്കറിയാം. ഇന്ന് 50 കാലത്തൊക്കെ ഒപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ എല്ലാം കൂടെ ചിലപ്പോൾ ഒന്നാക്കി ഒറ്റ കർത്താവ് നീ അറിയുന്നുണ്ടല്ലോ സമയമില്ലാഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ, അത് 7 കൂടെ ഒരുമിച്ച് ഒറ്റ അടിക്കകത്ത് കർത്താവിനോട് പറയുകയാണ് അല്ലേ? മാത്തൻ എന്താ പറയുന്നത്? മാത്തൻ പറഞ്ഞു, എൻ്റെ കർത്താവ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെ ഉറക്കം പോകും, എൻ്റെ ഉറക്കം പോകും. അതുകൊണ്ട് ഞാനിതെല്ലാം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. നിങ്ങൾ പ്രാർത്ഥിക്കും, നമ്മൾ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതല്ലേ പറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം പ്രാർത്ഥിച്ചാലും എന്താ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെൻഷൻ, സ്ട്രെസ് നമ്മുടെ സ്വഭാവമാണ്. എൻ്റെ അർത്ഥം തമ്പുരാനിൽ വിശ്വാസമില്ലെന്നാണ് എൻ്റെ അർത്ഥം. തമ്പുരാനിലൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ തമ്പുരാനോട്, പക്ഷേ ആരും വിശ്വാസം. കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ മീ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നോക്കാം. ഇത് ചെയ്യണമെങ്കിൽ നമുക്കറിയണം. അറിയാത്തവൻ്റെ പക്കൽ ഒന്നും ഏൽപ്പിക്കാൻ ഒക്കില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് മദ്രാസിലോട്ട് കൊടുത്തുകൊണ്ട്, നമ്മുടെ മകൻ അവിടെയുണ്ട്, അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. അവൻ ഫോൺ വിളിച്ച് വെച്ച് പറഞ്ഞു, അപ്പം ഇന്ന സ്ഥലത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്, അതൊന്ന് എങ്ങനെയെങ്കിലും ഉടനെ എത്തിക്കണം. നിങ്ങൾ ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് മദ്രാസിൽ പോകുന്ന ആരുടെ കയ്യിലെങ്കിലും കൊടുത്തില്ലേ? ഇതവിടെ എത്തുമെന്ന് ഉറപ്പുള്ളവൻ്റെ കയ്യിലേ കൊടുക്കുകയുള്ളൂ. നമുക്ക് നല്ല പരിചയമുള്ള ആളിതാ, അവൻ ചെന്നാൽ അവൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവനെ കൊടുക്കുകയുള്ളൂ, അല്ലാത്തവൻ്റെ കൊടുക്കില്ല. ഇത് തന്നെയാണ് ഈ പ്രിൻസിപ്പിൾ അവിടെയും. നമുക്ക് യേശുവിനെ അറിയാം. ഇത് കുറേ കൂടെ ഉയർന്ന ആത്മീയ അനുഭവമാണ്. യേശു ക്ഷണിച്ചോ എന്ന് എനിക്ക് പറഞ്ഞത്
അത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും താണകടയിലുള്ള ആത്മീയ അനുഭവമാണ്. ഇത് കുറേ കൂടെ ഉന്നതമായൊരു ആത്മീയ അനുഭവമാണ്. ഈ ഉയരത്തിലേക്ക് ഉയരണം. യേശുവിൻ്റെ അമ്മയ്ക്ക് നന്നായി മകനെ അറിയാമായിരുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, അകാല പ്രജയായ എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നു, എനിക്കറിയാം, ഐ നോ ഹിം. നമുക്ക് ധൈര്യത്തോടെ പറയാൻ ഒക്കുമോ? പറയാൻ പറ്റണം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനം അവിടെയാണ്. യേശുവിനെ അറിയാം, എനിക്കറിയാന്നേ, എനിക്കറിയാം, ഇത് പറയാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം കോരാൻ പറഞ്ഞു, ആ കൂടി കുഴപ്പം. പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇവർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ. അല്ലേ? ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും യേശു പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അത് നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല ബുദ്ധിക്ക്. എന്നാൽ യേശു പറഞ്ഞു എന്നൊറ്റ കാരണത്താൽ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. അറിയാത്തവൻ്റെ പക്കലൊന്നും ഏൽപ്പിക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ കൂടെ ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് വളരണമെന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ സമയം തീർന്നു ഒരു വ്യക്തി പറഞ്ഞാൽ എന്നാൽ രണ്ട് മിനിറ്റും കൂടെ കടം വാങ്ങിക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അല്ലേ? ഈ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അവിടെ എഫെസോസിൽ വലിയ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 പേര് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഫിലിപ്പിന് കർത്താവ് ഒരു ട്രാൻസ്ഫർ എങ്ങോട്ടാ വിട്ടെ? മനുഷ്യവാസം ഇല്ലാത്തടത്തേക്ക്. അല്ലേ? ശരിയല്ലേ? വായിച്ച് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? മനുഷ്യവാസം ഇല്ലാത്തിടത്തേക്ക് ഒരു ട്രാൻസ്ഫർ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാണെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തേനെ. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് ബുദ്ധിയും പോക്കണമൊന്നുമില്ലല്ലോ. ഇവിടെ വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 പേര് ഒരുപോലെ മാനസാന്തരപ്പെട്ട് സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒറ്റ മനുഷ്യനില്ലാത്തടത്തേക്ക് ഒരു ട്രാൻസ്ഫർ. ഇതെങ്ങനെ സ്വീകരിക്കും? ഫിലിപ്പോച്ചൻ ഒന്നും ചോദിച്ചില്ല, പോയി. ശരിയല്ലേ? അവിടെ പോയപ്പോൾ എന്താ സംഭവിച്ചു? എത്യോപ്യൻ ഷണ്ണൻ ഇങ്ങനെ തേരിലൂടെ യാത്ര. അടുത്തോട്ട് കയറി നടക്കടാ എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞു. അടുത്തു ചെന്നപ്പോൾ ഇദ്ദേഹം യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, വല്ലതും മനസ്സിലാവുന്നുണ്ടോ സഹോദര? ഒരു ചുക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ കൂടെ അകത്തോട്ട് കയറ്റി ഇദ്ദേഹം അവനോട് പറഞ്ഞു, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു, ഇതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള വേദഭാഗമാണ്. അവൻ്റെ മുതുക് ഉഴുതു തറത് എല്ലാം ഞാൻ കണ്ടതാണ്. അവനെ കുരിശിൽ തറച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്നു, ഞാൻ സാക്ഷിയാണ്. അപ്പോൾ തിരുമേശവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് സ്നാനപ്പെടണം. വഴിയിൽ കുറച്ച് വെള്ളം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി അവൻ സ്നാനപ്പെട്ടു വിട്ടു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഇത്ര വലിയ കാര്യമാണ്? 5,000 പേരും ഒരാളും, എന്നാ വ്യത്യാസം? ഒറ്റ മനുഷ്യന് വേണ്ടിയാണ് 5,000 പേരെ ഇട്ടേച്ച് പോകാൻ കർത്താവ് പറഞ്ഞു. ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രാധാന്യം അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക. എത്യോപ്യൻ ഷണ്ണനിലൂടെയാണ് ഒരു ഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായി സുവിശേഷം കടന്നു ചെല്ലുന്നത്, ആഫ്രിക്കയിലോട്ട്. ആദ്യത്തെ ആഫ്രിക്കക്കാരൻ കർത്താവിൻ്റെ കുരിശ് ചുമന്ന ആളാണ്. അദ്ദേഹം യെരുശലേമിൽ താമസിക്കുന്നതാണ്, സെൻട്രൽ ആഫ്രിക്കക്കാരനാണ്. എന്നാൽ ഇദ്ദേഹമാണ് യേശുവിനെ ആദ്യമായിട്ട് അറിയുന്നത്. എത്യോപ്യൻ ക്യൂൻ ബിക്കേം എ ക്രിസ്ത്യൻ, ദ ഹോൾ കൺട്രി ബിക്കേം എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും ഇതിനൊന്നും അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും തമ്പുരാൻ പറഞ്ഞാൽ ചോദ്യം ചെയ്ത് അനുസരിക്കണം. ഒരുപക്ഷെ ഇന്ന് അവയ്ക്ക് അർത്ഥം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷമാകാം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ നീ ഇത്രമാത്രം നല്ലവനും വിശ്വസ്തനുമാണല്ലോ എന്ന് പറയാൻ അപ്പോഴേ സാധിക്കും. ഇപ്പോൾ ആ വീടിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട്? എല്ലാവരും സന്തോഷിക്കുകയാണ്, എല്ലാവരും വളരെ ആനന്ദത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലേ? പ്രിയ സ്നേഹിതരെ, അപമാനഭാരത്താൽ
ദുഃഖിച്ചുകൊണ്ടിരുന്ന ഭവനം ഇപ്പോൾ അഭിമാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഭവനമായിട്ട് തീർന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ദേർ. നമ്മുടെ ജീവിതത്തിൽ യേശു ഒരു യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ പറയണം, യേശുവെ എനിക്ക് വേണം, എൻ്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് സ്ഥാനം, നീയാണ് ഇവിടുത്തെ എല്ലാം. യേശുവിനെ മറന്നൊന്നും ചെയ്യാൻ ഇടയാകരുത്. 2, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും അവിടെ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ സകല പ്രശ്നവും ഇങ്ങോട്ട് താ. അതാ കൊടുക്കണമെങ്കിൽ അവനെ ആഴത്തിൽ അറിയണം. നമുക്ക് യേശുവിനെ അറിയാമോ? പൗലോസ് പറയുന്നത് പോലെ പറയാൻ സാധിക്കും, ഐ നോ, എനിക്കറിയാന്നേ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ പറയാറില്ലേ, എൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാലും യേശുത്തിൽ എനിക്ക് ഐ നോ ഹെർ. ഭർത്താവും തിരിച്ചു പറയും ഐ നോ ഹിം. ഭാര്യയും പറയും ഐ നോ ഹിം. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല, കാരണം എനിക്കറിയാം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഡു യു നോ ഹിം? യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന ഉറപ്പോടുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? 3, യേശു പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഇടം വലം നോക്കണ്ട. അതാണ് തമ്പുരാൻ്റെ ഇഷ്ടം. അത് മാത്രമാണ് എൻ്റെയും ഇഷ്ടം, എൻ്റെ കുടുംബത്തിൻ്റെയും ഇഷ്ടം. ഇത് പറയുവാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് നാം ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന സന്തോഷം നമ്മുടേതായി തീരുവാൻ സാധിക്കുക. സകല ബുദ്ധിയും കവിൻ ദൈവസമാധാനത്തിൽ നിറയപ്പെടും. അതിലൂടെ എല്ലാത്തിലും സ്തോത്രം പറയുവാൻ, എല്ലാത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഞാൻ 3 വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറയുന്നു. ഇൻവൈറ്റ്, കൺസൾട്ട് ആൻഡ് ഒബേ. യേശുവിനെ ക്ഷണിക്കുക, സകലവും തമ്പുരാനോട് പങ്കിടുക. തമ്പുരാൻ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇൻവൈറ്റ്, കൺസൾട്ട് ആൻഡ് ഒബേ. ഈ വാക്കുകളാൽ ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് നിങ്ങളോടൊപ്പം ഈ സന്ധ്യയെങ്കിൽ കടന്നു വരുവാനും കൂട്ടായ്മ ആചരിപ്പാൻ ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇൻവൈറ്റ്, കൺസൾട്ട് ആൻഡ് ഒബേ.